നമസ്കാരം. പരാജയം ഏറ്റുവാങ്ങിയതിന് പിന്നാലെ വിരളി പിടിച്ച അവസ്ഥയിലാണെന്ന് തോന്നുന്നു CPM. തോൽവിയുടെ നാണക്കേട് മറയ്ക്കാനും ജനശ്രദ്ധ തിരിച്ചുവിടാനും വേണ്ടി CPM ഇപ്പോൾ അത്യന്തം അപകടകരവും അസാധാരണവുമായ ഒരു രാഷ്ട്രീയ നീക്കത്തിനാണ് തുടക്കമിട്ടിരിക്കുന്നത്. പുതിയ മുഖ്യമന്ത്രിയായി VD സതീശൻ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം ഏറ്റെടുത്ത നിമിഷം മുതൽ പുതിയ സർക്കാരിനെ ശക്തമായി കടന്നാക്രമിക്കാനാണ് AKG സെന്ററിൽ നിന്നും സഖാക്കൾക്ക് കിട്ടിയിരിക്കുന്ന കർശന നിർദ്ദേശമെന്ന് തോന്നുന്നു. സർക്കാരിന് ശ്വസിക്കാനുള്ള സമയം പോലും കൊടുക്കരുത്, തുടക്കത്തിലെ വിവാദങ്ങൾ ഉണ്ടാക്കി പ്രതിരോധത്തിലാക്കണമെന്നാണ് CPMലെ നിലവിലെ നിർദ്ദേശങ്ങൾ. VD സതീശൻ സർക്കാർ ജനപ്രിയ പ്രഖ്യാപനങ്ങളുമായി ഭരണം തുടങ്ങുമ്പോൾ അതിലേക്ക് എങ്ങനെ കരിവാരി തേക്കാമെന്ന് നോക്കിയിരിക്കുകയാണ് തോറ്റു തുന്നം പാടിയ ഇടതുപക്ഷ നേതൃത്വം. മുഖ്യമന്ത്രി VD സതീശന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിലെ വന്ദേ മാതരത്തെ ചോദ്യം ചെയ്തുകൊണ്ട് മുഹമ്മദ് റിയാസ് പങ്കുവച്ച ഫേസ്ബുക്ക് പോസ്റ്റ് ഈ ആസൂത്രണ നീക്കത്തിന്റെ നല്ല ഒന്നാന്തരം തെളിവായിരുന്നു. ഒരു ജനാധിപത്യ സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിന്റെ അന്തസ്സിനെ പോലും വർഗീയമായി ചിത്രീകരിക്കാനാണ് റിയാസ് ശ്രമിച്ചത്. തൊട്ടു പിന്നാലെ ആശാവർക്കർമാരുടെ ശമ്പള വർധനവുമായി ബന്ധപ്പെട്ട് KN ബാലഗോപാൽ നടത്തിയ മല എലിയെ പ്രസവിച്ചതുപോലെ എന്ന പരിഹാസവും ഇതിന്റെ ഭാഗമായിരുന്നു. കഴിഞ്ഞ 10 വർഷം കൊണ്ട് കേരളത്തെ കടക്കിണിയിലാക്കി ശമ്പളവും പെൻഷനും കൊടുക്കാതെ മുടിച്ചവരാണിപ്പോൾ പുതിയ സർക്കാർ അധികാരമേറ്റു മണിക്കൂറുകൾക്കകം വലിയ ഉപദേശങ്ങളുമായി വരുന്നത്. LDF കൺവീനർ TK രാമകൃഷ്ണൻ പോലും രംഗത്തിറങ്ങി. എന്തിനെന്നല്ലേ, അദ്ദേഹത്തിന്റെ വീതം ഒരു വിമർശനം കൂടി അങ്ങ് അറിയിക്കാൻ. സ്ത്രീകൾക്ക് KSRTC ബസ്സിൽ സൗജന്യ യാത്ര നൽകിയാൽ അതിനുള്ള വരുമാനം എവിടെ നിന്ന് കണ്ടെത്തുമെന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇത്രയധികം പരിഭ്രാന്തി CPM കാണിക്കാൻ കാരണം പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ഉയരുന്ന വൻ ആഭ്യന്തര കലാപമാണ്. ഇതുവരെ ചോദ്യം ചെയ്യപ്പെടാത്ത പിണറായി വിജയന്റെയും MV ഗോവിന്ദന്റെയും നേതൃത്വത്തെ താഴെ തട്ടിലുള്ള സഖാക്കൾ പോലും ഇപ്പോൾ പരസ്യമായി ചോദ്യം ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. ഈ ആഭ്യന്തര കലഹം മറയ്ക്കാനാണ് VD സതീശൻ അച്ഛന്റെ പേര് ചൊല്ലി സത്യപ്രതിജ്ഞ ചെയ്തതിനെ പോലും വലിയ ജാതി വിവാദമാക്കി മാറ്റാൻ CPM സൈബർ വിങ്ങും നേതാക്കളും കിണഞ്ഞു പരിശ്രമിക്കുന്നത്. പുതിയ സർക്കാർ വന്ന ഉടൻ ജനവിരുദ്ധമായ സിൽവർ ലൈൻ പദ്ധതി റദ്ദാക്കിയതും സെക്രട്ടേറിയറ്റിലെ മാധ്യമ വിലക്ക് പരിശോധിക്കുമെന്ന് പ്രഖ്യാപിച്ചതും PSC റാങ്ക് ലിസ്റ്റുകൾ 3 മാസത്തേക്ക് നീട്ടി ഉദ്യോഗാർത്ഥികൾക്ക് ആശ്വാസം നൽകിയതും ആലപ്പുഴയിലെ ഗൺമാന്മാരുടെ അക്രമത്തിൽ പുനരന്വേഷണം പ്രഖ്യാപിച്ചതുമെല്ലാം CPMന്റെ നെഞ്ചെടുപ്പ് കൂട്ടിയിരിക്കുകയാണ്. VD സതീശൻ സർക്കാർ അധികാരമേറ്റ് മണിക്കൂറുകൾ പിന്നിട്ടിട്ടേ ഉള്ളൂ. ഈ ഒരു ചുരുങ്ങിയ കാലയളവിൽ തന്നെ സർക്കാരിനെ സമാധാനപരമായി ഭരിക്കാൻ സമ്മതിക്കാതെ നിരന്തരം വ്യാജ വിവാദങ്ങൾ ഉണ്ടാക്കി സമൂഹത്തിലും ജനങ്ങൾക്കിടയിലും അസ്വസ്ഥതകൾ സൃഷ്ടിക്കാനാണ് CPM ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 10 വർഷക്കാലം പിണറായി സർക്കാരിന്റെ അഴിമതിയിലും ഗുണ്ടായുസത്തിലും വീർപ്പ് മുട്ടി ജീവിച്ചവരാണ് കേരളത്തിലെ ജനങ്ങൾ. ആ ജനങ്ങൾ ജനാധിപത്യപരമായി തെരഞ്ഞെടുത്ത പുതിയൊരു ഭരണകൂടത്തെ അതിന്റെ തുടക്കത്തിൽ തന്നെ തകർക്കാൻ നോക്കിയാൽ ജനങ്ങൾ ഇത് കയ്യും കെട്ടി നോക്കിയൊന്നും നിൽക്കില്ല. ഇനിയും തങ്ങളുടെ രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി കേരളത്തിലെ ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചാൽ ജനങ്ങൾ തന്നെ നേരിട്ട് തെരുവിലിറങ്ങി സഖാക്കളെ കൈകാര്യം ചെയ്യേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിക്കരുത്. പുതിയ VD സതീശൻ സർക്കാർ ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ പാലിച്ച് ഭരിച്ചു തുടങ്ങട്ടെ. അതിനെ അനാവശ്യമായി തടസ്സപ്പെടുത്താൻ നോക്കുന്ന CPMന്റെ ദാരിദ്ര്യം പിടിച്ച രാഷ്ട്രീയ കളിക്ക് ജനങ്ങൾ തക്കതായ മറുപടി തന്നെയാണ് നൽകാൻ പോകുന്നത്.